എന്തായാലും പാർട്ട് 2 പറയാം. പാർട്ട് 2 എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലിയന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റന്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരും എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എന്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എന്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം we were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷെ having said that, my grandfather was always a very good grandparent. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ somebody we miss, somebody who should not probably have left so soon. പക്ഷെ my grandmother was always a problematic person. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും. പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി ഫോക്കി വീത് കളയും. അമ്മമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മമ്മയല്ലേ, അതപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, ആ പോട്ടെ സാരമില്ല. അമ്മമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? എന്റെ തന്നെയാണ്. അമ്മമ്മയ്ക്കും അപ്പനും ഇഷ്ടം തന്നെ ആണല്ലേ? പക്ഷെ ഇപ്പൊ ലിയാനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ലിയാന് തന്നെ ലിയാനെ രണ്ടുപേരെയും അതാണ് നല്ലത്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതാണോ? ആത്മാർത്ഥമായി. അപ്പം നമ്മുടെ ദിയ പോട്ടെ, നമ്മുടെ അഹാന കൃഷ്ണൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മറുപടിയായിട്ട് അഹാന വന്നിട്ടുണ്ട്. അഹാന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് പുറമോട്ടൊന്ന് പോയിട്ട് വരാം. ഇന്നലെ ഈ പറയുന്ന നമ്മുടെ തൻവി വന്നിട്ടൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തൻവി ഇവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയുന്നില്ല. ഒന്നാമത്തെ വിഷയം, ഇവരുടെ കാര്യങ്ങളൊന്നും തൻവി പറയുന്നില്ല. പിന്നെ പറയാതെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഇത് വന്നല്ലോ. ഇപ്പം അഹാനയുടെ വീഡിയോ കൂടെ ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ എന്താ പറയണ്ടേ, ചില കാര്യത്തിൽ ഈ അഹാന പറയുന്നതിലും ന്യായമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കാര്യത്തിൽ ഇപ്പോൾ വീട്ടിലെ വഴക്കും കാര്യങ്ങളും ഇന്ന കാരണം കൊണ്ടാണ്, അമ്മൂമ്മയുടെ പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അപ്പൂപ്പൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ തൻവി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാതെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഇടുന്നുണ്ട്. ഈ പറയുന്ന വീഡിയോ കോള് അത് ഇതുമൊക്കെ. പക്ഷേ ഈ ഒരു കൃഷ്ണകുമാറിൻ്റെ ഫാമിലി അവരൊന്നും ഉദ്ദേശിക്കുവാട്ടോ കുത്തുവാട്ടോ ഒന്നും ചെയ്യുന്നുമില്ല. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വന്നപ്പോൾ നമ്മൾ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ, നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ A to Z കാര്യങ്ങൾ ചിലപ്പോൾ തപ്പും. ഓരോ കാര്യങ്ങളൊക്കെ പഴയതും പോയി തപ്പുമൊക്കെ ചെയ്യും. ചിലപ്പോൾ അപ്പൂപ്പൻ്റെ വീഡിയോസ് വരെ പോയി എടുക്കും. എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന അത് പോയി നോക്കിയായിരുന്നു. അങ്ങനെ ഇപ്പം ഇന്നാണ് ഈ അഹാന അൺഫോളോ ഒക്കെ അടിച്ചിട്ടുണ്ട് ഈ പറയുന്ന തൻവിയൊക്കെ. അത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ അമ്മൂമ്മ എന്നെ ആരും നോക്കുന്നില്ല. അത് കാണുമ്പോൾ ആരായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ തൻവി ജോലി വിട്ടിട്ട് ഇവിടെ വരുന്നു. പക്ഷേ മെയിനായിട്ട് തൻവിയുടെ ഇന്നത്തെ പാർട്ട് 2 വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ പാർട്ട് 2 കാണുന്നവർക്ക് അത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത്. മെയിനായിട്ട് തൻവി ഇവിടെ വന്നത് അമ്മൂമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഈ പറയുന്ന കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തൻവി ഇങ്ങോട്ട് നാട്ടിൽ വന്നത്. അത് നമുക്ക് ഊഹിക്കാം, ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവിടെ മെഡിസിൻസ് എല്ലാം ഫ്രീ ആണ്. ഈ പറയുന്ന കാനഡയിലെ എല്ലാ കാര്യങ്ങളും ഫ്രീ, A to Z കാര്യങ്ങളും ഫ്രീ ആണ്. പക്ഷേ നമ്മളൊരു കാര്യം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6-7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലിടും. അപ്പോൾ തൻവിക്കൊരു മോനൊരു പ്രശ്നം ഉണ്ടാകുമ്പം തൻവിക്കത് പറ്റത്തില്ല. 7-8 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് കാര്യത്തിനും അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതിനേക്കാളും നല്ല ചിലപ്പോൾ അവർക്ക് നാട്ടിലോട്ട് വരാൻ എന്തെങ്കിലും കാരണം കാണുമായിരിക്കാം. ഇന്ന് അഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യം ഇന്നലെ തൻവി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാർട്ട് 2 സംസാരിക്കുന്നതിൻ്റെയും കൂടെ നമുക്ക് വെക്കാം. ആദ്യം നമുക്ക് പാർട്ട് 1 പറഞ്ഞ് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് അഹാനയിലോട്ട് പോയിട്ട് നമുക്ക് ഇനി ബാക്കിയിലോട്ട് വരാം. ഓക്കെ ഗൈസ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പേരൊന്നും അവളെടുത്തിട്ടില്ല ഈ പറയുന്ന തൻവി. പക്ഷെ അഹാന അത് വന്നിട്ട് കുടുംബ പ്രശ്നം മൊത്തം ഇരുന്നങ്ങ് പറഞ്ഞു. കാരണം എല്ലാവരും കൂടെ ഈ പറഞ്ഞ സിന്ധുവിനെ കുറ്റം പറയും, സിന്ധു മേഡത്തിനെ കുറ്റം പറയും. പിന്നെ ഈ പറയുന്ന അഹാനയുടെ 2 ദിവസം മുമ്പ് അപ്പൂപ്പൻ്റെ കാര്യത്തിൽ കിടന്ന് മെഴുകിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരിക്ക് ശരിക്കും കൊള്ളും. ഒരു കാര്യം, ഈ ഒരു ഫാമിലിയിലെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കൊള്ളുന്നത് ഈ അഹാനയ്ക്ക്. അഹാന അപ്പം തന്നെ റിയാക്ട് ചെയ്യും. പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി അപ്പം തന്നെ ചാടി കയറി റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവമാണ്. അപ്പം തൻവി ഒരു കാര്യം എടുത്ത് ഇവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തിടുകയൊന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇത് പേഴ്സണൽ വിഷയമാണ്. ഇവരുടെ വീടിനകത്തെ വിഷയമാണ്. ഈ അകത്തെ വിഷയം ഇപ്പോൾ പുറത്തിട്ടത് ഈ പറയുന്ന എന്താ പറയുക,
അഹാനയാണ്. അഹാനയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ എല്ലാവരും കൂടെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അമ്മുമ്മ വന്നിട്ട് നിങ്ങളെ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. ഓക്കെ, പുള്ളിയുടെ ഭാഗത്ത് അങ്ങനെ ചിന്തിച്ചാലും ശരിയാണ്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന സ്ഥിതിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പാർട്ട് 1 എന്ന് വെച്ചാൽ എന്നെ കുഞ്ഞിനെ മുതലേ എൻ്റെ അപ്പൂപ്പനും അമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പനും അമ്മേനോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ അമ്മയ്ക്ക് അപ്പനുണ്ട്, അപ്പനും അമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷം അപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വീട് തൂത്ത് തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ചിലവായിട്ട് എന്നെ പറ്റുന്നത്ര ഞാൻ അയച്ചു കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ടല്ലേ വീട്ടിൽ വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെ കൊണ്ട് വീട്ടിൽ കാര്യങ്ങളും അങ്ങനെ എന്നെ പറ്റുന്നത്ര ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. അവിടെ ക്യാൻറ്റീനിൽ വീട് വെക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി പ്ലാനും. അപ്പോൾ അവർ വീട് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ചെറിയ 2 അപ്പാർട്ട്മെന്റ് ഹൗസ് ആയിരുന്നു. അങ്ങനെ 2 വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് ഇൻകം മറ്റേ ലോ ഇൻകം ആയിട്ടുള്ള ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കയറി വിളിക്കാൻ. അപ്പോൾ അവരെ കൊണ്ടുവരുന്ന സൂപ്പർവൈസറിനെ കൊണ്ടുവരുന്ന ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പൈസ ഉണ്ടാക്കി സേവ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അവരെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പം മരിച്ചു. അപ്പം മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ ഒരാള് കുഞ്ഞോ ഉറങ്ങുക. പിന്നെ ഇയാളെ ഡേക്കാറി പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ആരോടാ പറയല്. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മ വിചാരിക്കും കൊണ്ടാരം എല്ലാം കിട്ടി എടുത്തോണ്ട് വന്ന് നിൽക്കുന്ന സമാധാനമുള്ള നിൽക്കുകയാണ് അന്ന്. ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമം വരും. അപ്പം പോയി എന്നുള്ള ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. വേറെ ഒന്നും കൊണ്ടല്ല, ഈ അമ്മുമ്മ നല്ല അമ്മാതിരി തൊളിഞ്ഞൊരു വർത്താനം പറഞ്ഞ് അതുകൊണ്ടാണ് ഈ പറയുന്ന ആന കൂടുതലായിട്ട് മിണ്ടാത്തത്. പ്രായം ചെന്ന ചില ആൾക്കാർ സംസാരിക്കും. അതങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്താ പറയണ്ടേ, പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ കൂടെ കാണും. അത് വേറെ കാര്യം. പ്രായം ചെന്ന ആൾക്കാർ എത്ര പറഞ്ഞാലാണെങ്കിലും അത് അവിടെ വെക്കരുതെന്ന് പറഞ്ഞാൽ അത് അവരവർ വെച്ച് അത് അവരുടെ ഒരു വാശിയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാം കൂടി ഇരുന്ന് കാണുമ്പോഴാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും അമ്മൂമ്മ പറ. ജോലിക്ക് വരുന്ന ആൾക്കാർ അത് നേരെ നിൽക്കുന്നില്ല. അതാണ് നമുക്കുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അതെ, തന്തയ്ക്കും തള്ളയ്ക്കും അമ്മയ്ക്കും ഒക്കെ കിടന്ന് വിളിക്കുക. അഹാനയുടെ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറയും. അത് അമ്മാതിരി വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേ ചൊല്ലിയാണ് ഈ പറയുന്ന അഹാനയായിട്ട് വിഷയം ഉണ്ടാവതും. പിന്നെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും പിന്നെ എന്താ പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മൂമ്മ അറിയാമല്ലോ, മറ്റേ മോളെ മറിച്ചേ മോളെ എന്നുള്ള സംസാരമൊക്കെ വന്ന് അവസാനം അഹാന എന്തെടുത്ത് ഗ്രൂപ്പിനകത്ത് അവർ ഫാമിലി ഗ്രൂപ്പിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ ഇടുക അങ്ങോട്ട് ചെയ്ത് ആ ഒരു കാര്യത്തിൽ തൻവി അത് അക്സെപ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് തൻവി വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പറയുന്നതാണ് അഹാന പറയുന്നത്. നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് പോകാം, ഞാൻ ഓടിച്ചിട്ട് പറയുന്നേ ഉള്ളൂ. ചില ആൾക്കാർക്കൊക്കെ സംഭവം ക്ലിയർ ആകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഥ ഞാൻ പറയുന്നത്. ഞാൻ വന്നിട്ട് അമ്മൂമ്മേനെ രാവിലെ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീറ്റ് നമ്മൾ രാവിലെ CP നടക്കാൻ പോകണം. ഞാൻ എനിക്ക് അവിടെ എണീപ്പിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അമ്മൂമ്മയുടെ ഇനി പാർട്ട് 2ൻ്റെ ഒരു ചെറിയൊരു സീനും കൂടെ ഞാൻ വെച്ചുതരാം. അത് പിന്നാട്ടെ. ഇനി നമുക്ക് അഹാന പറയുന്നത് എന്താണെന്ന് വെച്ചാലൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ, അപ്പം അതിൽ ചില കാര്യങ്ങൾ നല്ലതുണ്ട്, ചിലതൊക്കെ എനിക്ക് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ആയിട്ട് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലായിരിക്കും. സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമോ? നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച 1 മാസം പോലും വേണ്ട. ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഹാവ് ടു ഈവൻ ബി ഡൂയിങ് ദിസ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി ഈ വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷെ അമ്മ പറഞ്ഞു, എനിക്ക് വയ്യ. ബിക്കോസ് എൻ്റെ കസിൻ തൻവി എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദേഴ്സ് ലൈക്ക് ഷീസ് എ ഗേൾ ഐവ് സീൻ ഫ്രം ദി ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമ്പയും വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ പോട്ടെ, വിട്ടുകളയാം, സാരമില്ല. നാട്ടുകാർ എന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് ഇപ്പം പതിവാണ്. കുറച്ച് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, ശീലമായിട്ട് കുഴപ്പമില്ല, നല്ലതാ. പക്ഷെ ആൾക്കാർ പറയുന്ന ചില കാര്യത്തിലൊക്കെ സത്യമുണ്ട്. അത് വേറെ കാര്യങ്ങൾ, അത് വേറെ കാര്യം. എന്തായാലും ഇത് പറ. നാളായി എല്ലാവരും 2 മാസം ബ്രേക്ക് എടുക്കും. പിന്നെ വീണ്ടും സിന്ധു കൃഷ്ണ പണ്ടേ ഒരു ഫ്രോഡാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് അത് ആൾക്കാർക്ക്, അത് എനിക്ക് തോന്നുന്നു വുമൺ ഹു ഇസ് ഡൂയിങ് വെൽ ഫോർ ഹെർ സെൽഫ് ഐ തിങ്ക് ഇസ് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ടാർഗറ്റ് ആണെന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക്. അപ്പൊ അവരുടെ മക്കളൊക്കെ സക്സസ്ഫുൾ ആയി. അപ്പൊ ആ സ്ത്രീ എന്തായാലും അവരുടെ സ്വഭാവം ശരിയായിരിക്കില്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്കാർക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. റെഡിറ്റിലൊക്കെ അമ്മയുടെ പേര് സീക്രീ എന്നാണ്.
I mean, all that is fun and funny, it's fine. സോ അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്കാരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, അറിയേണ്ട ആൾക്കാർ അറിയേണ്ട സമയം. ഐ വാസ് ലൈക്ക് ശരി, അമ്മ അത്ര ഒരു ബുദ്ധയാണെങ്കിൽ അമ്മ മാറിയിരുന്നോ? എനിക്ക് പറ്റില്ല. എനിക്ക് ഈ നാട്ടുകാർ വന്ന് അമ്മ ഏതോ വില്ലിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വേണ്ടിയാണ് മോള് വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. പക്ഷെ കഥകൾ മൊത്തം എടുത്തങ്ങ് ഇട്ട്, മൊത്തം കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പം ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ തൻവിയാണ് മനഃപൂർവ്വം ഇത് ചെയ്തതാണ്. ഇവരോട് പേഴ്സണലി വിളിക്കുമ്പോഴും അല്ലാതെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലും. പിന്നെ അത് മാത്രമല്ല, പറയുന്ന വേറെ പ്രവർത്തിക്കുന്ന വേറെ. അതാ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പറയുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ. ഇപ്പം ഇവരെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്ന വേറെ രീതിയിലായിരിക്കും, ചില ആൾക്കാരെ കുത്തിക്കൊണ്ടുള്ള രീതിയിലാണ്. ഓക്കെ, നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് പുതിയൊരു സ്വയം ഓരോരുത്തർക്ക് കൺവീനിയന്റ് ആവുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്തിടരുത് വൺ തിങ്, പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനൊരു കാര്യം വന്ന് ചെയ്തത് കൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിസ്കഷൻ ഓൺ ദിസ് തിങ്. യുനോ, ഐ പുട്ട് ദിസ് വീഡിയോ, കാണേണ്ടവർ കാണുന്നു, 1 വീക്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, വി ആർ ഓവർ ഇറ്റ്. ഇനി എൻ്റെ കസിൻ വന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അതുപോലെ ലെറ്റ് ഹർ ഡു ഇറ്റ്. പ്രോബ്ലി ഇറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഇസ് എൻ്റെ അമ്മുമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോവാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ that is probably because I had a good mother and I saw what it is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് motherly love തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷെ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരന്റ് ഷുഡ് ഡു. അപ്പൊ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല, അമ്മുമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരു ആഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള ഒരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റന്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരുന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് ഓക്കെ, ആ ഒരു സംസാരം എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വേറെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ, വസ്തു എന്ന് വെച്ചാൽ എന്തോ സാമ്പത്തിക ഇടപാടോ ഭാഗം വെച്ചില്ലെന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചില മീഡിയൽസൊക്കെ വരുന്നുണ്ട്. ഇനി അത് വല്ല ഉദ്ദേശിച്ചാണോ പുള്ളിക്കാരെ സംസാരിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ. എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം we were figuring out our life. We never thought that grandparents are the kind of people who will probably give you things. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷെ having said that, my grandfather was always a very good grandparent.
ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ സംബഡി വി മിസ്, സംബഡി ഹു ഷുഡ് നോട്ട് പ്രോബബ്ലി ഹാവ് ലെഫ്റ്റ് സോ സൂൺ. പക്ഷേ മൈ ഗ്രാൻഡ് മദർ വാസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പ് ആയി ഫൊഗീവ് ചെയ്ത് കളയും. അമ്മമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മമ്മയല്ലേ, അതൊപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, ആ പോട്ടെ സാരമില്ല, പ്രായത്തിന്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വി ടേക്കിംഗ് ദം ടു സോ മെനി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് അത്ര സൂചിച്ചില്ലായിരുന്നു ഈ ഒരു സംസാരം. പ്രായം ചെന്ന വ്യക്തികളല്ലേ, മനുഷ്യരുടെ കാര്യം നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ലടോ. എപ്പോൾ വേണമെങ്കിലേ ഒന്നെങ്കിൽ ഇന്ന് ഞാനല്ലെങ്കിൽ നീ എന്ന് പോലാണ്. അവിടെ പ്രായമൊന്നും ഒന്നുമില്ല, മനുഷ്യൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കിടന്നുറങ്ങി നാളെ നേരം വെളുപ്പിക്കുമെന്ന് എന്താ ഉറപ്പ്? ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിത് വീഡിയോ മൊത്തം എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. ഞാൻ ആ ഒരു ഭാവം പറയുമ്പോൾ, കാരണം ഒരു പുച്ഛം കണ്ടില്ലേ അവരുടെ വായിന്ന്, പ്രായം ചെന്ന ആൾക്കാരുടെ വായിന്ന് പല വിവരക്കേടും വരും. അതെല്ലാ ഫാമിലിയിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആനയുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ല കുഴിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്ന ടീം സ്വന്തം അമ്മൂമ്മയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് മയത്തിൽ കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഭാവിയിൽ അത് ഗുണം ചെയ്യും. നാളെ നിങ്ങളുടെ കൊച്ചുമക്കൾ വന്നിട്ട് ഇമാതിരി വർത്താനം പറയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ തൻവി എടുത്തൊന്നും പുറത്തിട്ടിട്ടില്ല. ഇവിടെ വന്ന് ഇട്ടത് മൊത്തം ഇവരുടെ ഭാവം തെളിയിക്കാൻ വേണ്ടിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർത്തമാനത്തോടെ എനിക്ക് അത്ര വലിയ യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം നമ്മൾ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന പോലെ ഒന്നല്ല ഈ നാട്ടുകാരോട് ഇത് പറയുമ്പോൾ അവിടെ തൻ്റെ വിലയാണ് പോകുന്നത്. അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലത്. എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ അമ്മമ്മ അങ്ങനെയാണ് അപ്പൂപ്പന്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് ഗൈഡ്. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് അപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട് കേട്ടാ, എല്ലാ കാര്യങ്ങളും അമ്മ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അമ്മ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് കാണും മോളെ. ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടില്. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പന്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ, അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. ഓക്കെ, അപ്പം 2025 സെപ്റ്റംബറാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. ഇത് ഫുൾ കോമഡിയാ, ഉള്ള കാര്യം പറയല്ല. ഇതിപ്പം തൻവി മനഃപൂർവ്വം വന്ന് എന്താ പറയണ്ടേ, ആരുടെയും പേര് പറയാതെ എടുത്തിടുക എന്ന് പറയത്തില്ലേ, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ചില യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പല ആൾക്കാർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇഗ്നോൾ ഇത് നിങ്ങൾ കണ്ടോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് വന്നത് കൂടുതലും ഫേക്ക് അക്കൗണ്ടിൽ കൂടെ. ഇനി ഇവറ്റയുടെയൊക്കെ പ്ലാൻ തന്നെ ആണെന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഒരാളെ വിമർശിച്ച് ആ വ്യക്തി ഇപ്പോൾ ലൈവിൽ നിൽക്കുവാണെങ്കിൽ ആ ലൈവിൽ പോയി കമൻറ്റ് ഇടും, ഡാനിസത്തിന് ഇന്നേപോലെ നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ആ ആൾ പോയി നോക്കും. ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ ടീംസുകളുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് ബാക്കി കാര്യം കൂടെ നോക്കാം. എന്തായാലും നല്ല കുടുംബ വഴക്കുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായി. സോറി മാഡം, പറ്റില്ല, ഈ ടോർച്ചർ സഹിക്കാൻ പറ്റില്ല, എന്തോ അയാളുടെ വീട്ടുകാരെ തെറി വിളിച്ചു അങ്ങനെ ഇങ്ങനെ. ഈ സതീഷ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോളൻസ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നമ്മളൊന്നും തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health. We were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നഴ്സ് രാവിലെ, എന്താ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നഴ്സ്, അഭിനവ്, അപ്പൂപ്പന് രാവിലെ ഈ ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മൂമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മൂമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ?
വി കോൾഡ് ഹർ ആൻഡ് വി ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ വായിന്ന് പോലും. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ ചോരയെ കുളിച്ച് കിടക്കുന്ന വയ്യാതെ ആ സമയത്ത് വഴക്കുണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ. ചില ഭ്രാന്ത് പിടിച്ച സ്ത്രീകളൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ വഴക്കിടാനുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇതെല്ലാം ഈ തൻവിക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ട് ഈ തൻവി വന്ന് സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ ആണെങ്കിൽ പോലും ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയില്ല നമ്മൾ വിമർശിച്ച് സംസാരിച്ച്, ഇന്നലത്തെ ആണെങ്കിലും മെനഞ്ഞാന്നാണെങ്കിലും ഞാൻ ശരിക്കും വിമർശിച്ചാണ് സംസാരിച്ചത്. കാരണം ഇതുവരെ ഇവരുടെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇവർ ഉടക്കാനുള്ള കാര്യം ഇതാണ്. ഉടക്കാനുള്ള കാര്യങ്ങൾ ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ്. ഓക്കെ, ബാക്കിയൊക്കെ വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിന്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ് ടോൾഡ്. അപ്പോൾ ഇതൊക്കെ ഗ്രൂപ്പിൽ ഇത് ഓൾറെഡി ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളെ വീട്ടിൽ ഇപ്പം എങ്ങനെയായാലും ഇപ്പോൾ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ 10-20 പേരൊക്കെ കാണും, മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ. ഇതൊക്കെ നാണം പിടിച്ച കേസ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അൺഫൊർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാ. നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു. Did she really say that or are we imagining it? Like how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം whatever we supposed to do, അവരുടെ എന്താണ് വൈഫൈ, ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്. അമ്മയാണ് ഇവിടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൽ ഡു വി ഓൾ കട്ട് റിലേഷൻ വിത്ത്. കാരണം വി വർ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ടെൽ മീ. ആരാണെന്ന് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി, കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എന്റർടൈനിങ് കാര്യങ്ങളാ പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു ഉളുപ്പുമില്ല. കാരണം നമ്മളെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണല്ലോ പുള്ളിക്കാരൻ. എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്കത് ഓൺലൈനിൽ ഇട്ടൊന്നും എനിക്ക് അതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്ക് ഇടാനൊന്നും ഒരു താല്പര്യമില്ല. ഇതിപ്പോൾ വാർത്തയിലായിക്കോളും. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇത് ചർച്ചയായില്ലേ, മൊത്തം ഇത് ചർച്ചയായിട്ടുണ്ട്. തൻവി തുടങ്ങി വെച്ചതാണെങ്കിലും തൻവി ഇവർ ആരുടെയും പേര് പറയാതെ കുറച്ച് കാര്യങ്ങളാണ്. അമ്മൂമ്മയുടെ ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇവർക്ക് കൂടുതൽ നെഗറ്റീവായത്. അശ്വിൻ എന്ത് ചെയ്യാനാ, സ്വന്തം മോളല്ലേ വന്നിട്ട് ക്ലിയർ ആക്കണ്ടേ? അത് അവർ വന്ന് ക്ലിയർ ആക്കുന്ന കാര്യങ്ങളൊക്കെ. അവിടെ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം മേറ്റ് യൂസ്ഡ് കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയൊക്കെ ചെയ്ത്. ഇനി തൻവിയുടെ ചാനലിൽ ഇനി അമ്മൂമ്മ വന്നിട്ട് ഇനി എന്തൊക്കെയാ പറയാൻ പോകുന്നത് ഇനി കണ്ടറിയാം. നോക്കാം ഇനി അടുത്തത് എന്തൊക്കെയാണ്. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് us. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കിൾ. വി വർ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ 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 എന്ന് വെച്ചിരുന്നു. പക്ഷെ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ 31st October. അപ്പൊ അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മുമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മുമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാര് നോ. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് ഇസ്, ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മുമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് ഇനി അമ്മുമ്മയായിട്ട് ബന്ധം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മുമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറെ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മുമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മുമ്മ, അമ്മുമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് സത്യം. ഞാനൊരു വീഡിയോ വെച്ച് തരാവേ, നമുക്കൊന്ന് പുറമോട്ടൊന്ന് പോയിട്ട് വരാം. ഈ ഒരു വീഡിയോ ഒന്നും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അമ്മയ്ക്കും അപ്പനും ഇഷ്ടം തന്നെ ആണല്ലേ? പക്ഷെ ഇപ്പൊ ലിയാനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും ലിയാനെ, അത് തന്നെ ലിയാനെ രണ്ടുപേരെയും അതാണ് നല്ലത്. അമ്മൂമ്മയെ വസ്തുവൊക്കെ ഭാഗം വെച്ചോ അമ്മൂമ്മേ? ആർക്കാ കൊടുക്കുന്നത്? തൻവിക്കാണോ? തൻവിക്ക് എന്താ ഇത്ര സ്നേഹം? അപ്പോൾ തൻവി വന്നത് എന്താണെന്ന് വെച്ചാൽ
സത്യം പറഞ്ഞാൽ മോന് വേണ്ടിയാണ് തന്വി വന്നത്. അതെനിക്ക് മനസ്സിലായി. ആ സെക്കൻഡ് പാർട്ടും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, മോന് വേണ്ടിയാണ് തന്വി വന്നത്. അവിടെ അമ്മൂമ്മയുടെ പേര് പറഞ്ഞ് കുറച്ച് സിമ്പതി പിടിച്ച് പറ്റാൻ നോക്കി. അങ്ങനെയും പറയാം. അങ്ങനെയും എനിക്ക് തോന്നി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനും ഇന്നലെയും ഞാൻ നല്ല രീതിയിൽ കുറ്റം പറഞ്ഞാണെങ്കിൽ പോലും അഹാനയുടെ ഭാഗത്ത് കുറച്ചൊക്കെ ന്യായങ്ങളുണ്ട്. ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആരാണ് ഇപ്പോൾ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അത് അഹാന തന്നെയാണ്. പിന്നെ കാരണം നാട്ടുകാർ മൊത്തം ഈ പറഞ്ഞ സിന്ധു കൃഷ്ണനെ തെറി പറയുമ്പോൾ ഒരു മകളെന്ന നിലയിലാണ്. സത്യമാണ്. എനിക്കൊരു പക്ഷേ ആ ഫാമിലിക്ക് വേണ്ടി നല്ലത് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ. അത് ഞാൻ കുറച്ച് കുറ്റവും പറയുന്നുണ്ട്, പക്ഷേ ക്ലിയർ ആവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഇത്ര മാത്രം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കൂടെ വെക്കാം. ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് ഇവിടെ അല്ല കഴിഞ്ഞു. കാര്യങ്ങൾ നമുക്ക് പോട്ടെ, അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷെ നോട്ട് എവറിഥിങ്. യുവർ ഏജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തന്വിക്ക് ഇപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗിൽ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ മോശമായിട്ട് തന്നെ വിചാരിച്ചത്. സാധാരണ യൂട്യൂബിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ തപ്പിപ്പിടിക്കും, ആൾക്കാരെ കോൺടാക്ട് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ പോലും ഇവരുടെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല. കാരണം രാജാവിൻ്റെ മക്കൾ എന്നുള്ളൊരു ഭാവമുണ്ട്. ഉള്ളതല്ല പറയാമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ലേ. ഇപ്പം 5 ബാഗ് കേസായിട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം ഞങ്ങൾ 2 ആഴ്ച മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ന്യൂസിനകത്ത് വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം നമ്മുടെ ഭാഗത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അതും തുറന്നു പറയും. എൻ്റെ ഒരു രീതി അങ്ങനെ. ഓക്കെ ചേച്ചി പറ, കേൾക്കട്ടെ ബാക്കിയും കൂടെ. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാള് ഇപ്പം തൻവിക്ക് ശരി, ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഷീ ഈസ് വെരി സ്മാർട്ട്. അവിടെ പോയി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷെ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തൻവി ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തന്വി കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടത് കൊണ്ടായിരിക്കാം തന്വിക്ക് തന്വിയുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തന്വിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തന്വിയുടെ ചാനലിന്റെ മറ്റേ എന്താ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തന്വിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തന്വി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം യുനോ ഇപ്പം നമ്മൾ തന്വിയുടെ ഇനിഷ്യൽ വീഡിയോസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ. ഗുഡ് ഫോർ ഹർ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തന്വി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തന്വിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്തിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് വെരി അപ്സെറ്റിംഗ് ആൻഡ് ഡിസപ്പോയിന്റിംഗ് ബിക്കോസ് ഷീ ഈസ് നോട്ട് എ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മൂമ്മയുടെ ഉള്ള സ്നേഹമൊക്കെ കാണിച്ച് എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എന്തായാലും തന്വി വരും. തന്വി ഇനി പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് കേട്ട് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഇത്രയും സ്നേഹം മാത്രം കാണിക്കാൻ വേണ്ടി എന്താണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കിയത്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയും, അമ്മൂമ്മയോടുള്ള സ്നേഹം കാര്യങ്ങളും കൊണ്ടുണ്ടായില്ല, കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് $9,000 എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രാ പുള്ളി പണിയെടുത്തിട്ട് കിട്ടുന്നതാണ്. അതിൽ തന്നെ 4,000 രൂപ പുള്ളി ടാക്സും കൊടുക്കുന്നുണ്ട്. ബാക്കി 5,000 എൻ്റെ ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. 5,000 എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് ആവും, 5-6 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. എൻ്റെ പൊന്നോ, സൈലന്റ് കില്ലർ. ഓക്കെ, random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. So this is the one thing I wanted to say. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അമ്മൂമ്മയ്ക്കും അറിയാം, തന്വിക്കും അറിയാം. എന്നിട്ടും ഇങ്ങനൊരു പെർഫോമൻസ് എന്തിനു ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. തന്വി ഇതിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന മെസ്സേജസ്, തന്വി അമ്മൂമ്മയെക്കുറിച്ച് അപ്പൂപ്പൻ ഏതോ ഒരു പ്രാവശ്യം ഷുഗർ ലോ ആയി ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്വി അയക്കുന്ന മെസ്സേജ് ഉണ്ട്. ഇഫ് നമുക്ക് എന്താണ് എവിടെ he is so peaceful. The 31st January Tanvi is saying he is so peaceful when he is outside with you guys. ഞാൻ അപ്പൂപ്പനുമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അമ്മൂമ്മയുടെ കുറ്റം പറയുന്ന എത്രയോ മെസ്സേജസ്, മറ്റേ അപ്പൂപ്പനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറ്റണം, ഹോം നേഴ്സ് പറയുന്ന അതേ ഡയലോഗ് തന്വി ഹസ് സെഡ്.
അപ്പം ഈ ഇഷ്യൂസ് എല്ലാം അറിയാമായിരുന്ന ഒരാള് എന്നിട്ട് 12th ഫെബ്രുവരി 2026 തൻവി അമ്മയ്ക്ക് ഒരു വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു, സെയിങ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മൂമ്മ വിളിച്ച് കാശ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വി ഫെൽ വെരി ബാഡ്, കാരണം അവൾ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അന്ന് ഓഹോ, പ്രഗ്നൻ്റ് ആയിരുന്നല്ലേ ആ സമയത്ത്. ഇപ്പോൾ 50,000 ഒക്കെ ഡോളറിൻ്റെ എക്സ്ട്രയുടെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പൊന്നോ കാശ് കൊള്ളാം, എല്ലാം കണക്കാണ്. തൻവി 12th ഫെബ്രുവരി 2026 അന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തൻവിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് തൻവി യു ബോദർ അബൌട്ട് യുവർ ഹെൽത്ത്, മൈൻഡ് ചെയ്യണ്ട, വിട്ട് കളഞ്ഞേക്ക്, അവർ ടെൻഷൻ തരുന്നെങ്കിൽ ഫോൺ എടുക്കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ തൻവിയുടെ. അപ്പം ഇത്രയും അപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ് ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിന്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, ചാറ്റ് സ്ക്രീൻഷോട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ ദെയർ. അപ്പം എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് ഐ ഹാവ് നോ വേർഡ്സ്. സോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടോ? ഇനി അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെയൊക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മുമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മുമ്മ എവിടെ, തൻവി എവിടെ, അമ്മുമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമോ എന്നറിയില്ല. ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ദിസ് വാസ് വൺ തിങ് ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട്. പിന്നെ അനദർ തിങ് വാസ് കുറച്ച് നാളായിട്ട് ആക്ച്വലി ഒരു 3 weeks ആയിട്ട് നമുക്ക് ചെറുതായിട്ട് മൈ കസിൻ ട്രൈങ് ടു ബിൽഡ് എ ഫോൾസ് നാരറ്റീവ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി വർ തിങ്കിങ് ആ പോട്ടെ സാരമില്ല, ഇപ്പം ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് എ സ്ട്രക്ചർ ടു ഹെർ കോണ്ടന്റ് ആൻഡ് ഇഫ് ദാറ്റ്സ് ബെനിഫിറ്റിംഗ് ഹെർ ഇൻ സം വേ ആൻഡ് ഇറ്റ് ഡസന്റ് അഫക്ട് എനിബഡി എൽസ്, പോട്ടെ ആയിക്കോട്ടെ. കാരണം ഇവൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്ന ചില പോസ്റ്റ് ആണെങ്കിലും നമ്മളോട് പറയുന്ന റിയാലിറ്റിയും ഈ കാര്യങ്ങളും തമ്മിൽ ഒരു കണക്ട് ഇല്ല. പിന്നെ ഓക്കെ, എല്ലാവരും റിയലിലുള്ളത് തന്നെ ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ പുട്ട് ഔട്ട് ചെയ്യുന്നതെന്നില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷെ 1 month ആയിട്ട് നമുക്ക് കുറച്ച് ഡൗട്ട്സ് ചില കാര്യങ്ങളിൽ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി തിങ്കിങ് പോട്ടെ, നാട്ടിലോട്ട് എന്തായാലും വരികയല്ലേ, പോട്ടെ സാരല്ല. പക്ഷേ ദിസ് ഹോൾ നാരറ്റീവ് ഓഫ് അപ്പൂപ്പ മരിച്ച ശേഷം നമ്മൾ അമ്മുമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. ഐ എം ഷുവർ ഇറ്റ്സ് എ ഗ്രേറ്റ് നറേറ്റീവ് ഫോർ കോണ്ടന്റ്. ദർ ഇസ് എ ലോട്ട് ഓഫ് സിമ്പത്തി വാല്യൂ, ദർ ഇസ് എ ലോട്ട് ഓഫ് വാവ് മൊമെന്റ്സ് ഇൻ ഇറ്റ്. അത് ശരിക്കും മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മൊത്തം സോഷ്യൽ മീഡിയയിൽ അതായിരുന്നു ചർച്ചാ വിഷയം മൊത്തം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വരുന്നു എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ചുതരാം, സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു വീഡിയോ വെച്ചുതരാവേ, ഒരു മിനിറ്റ്. അമ്മുമ്മ ഇപ്പം അവിടെ ഒറ്റയ്ക്കാണ്, ബട്ട് അത് അമ്മുമ്മയുടെ കയ്യിലിരിപ്പ് കാണാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മുമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെയും കയ്യടി ഉണ്ടല്ലോ, പക്ഷെ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഇസ് പ്രോബബ്ലി ദ നറേറ്റീവ് ഷീ ഷുഡ് ഹവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ wanted a narrative. I don't understand this narrative drama and all because we like to keep things like how it is. പക്ഷേ anyways ഒരു narrative ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്യണമായിരുന്നു. But that is so surprising for us. കാരണം ഈ ഏപ്രിലിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കറിയാവുന്നിടത്തോളം ഇന്ത്യയിലോട്ട് വരാൻ ഡിസൈഡ് ചെയ്തതല്ല തൻവി. ഇൻഫാക്ട് സെപ്റ്റംബറിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി. സെപ്റ്റംബർ ഓഫ് 2024 ഒക്ടോബറിലാണ് തൻവി പോകുന്നത്, ഓസിയുടെ കല്യാണം കഴിഞ്ഞ്. അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ളൊരു ഇതിലാണ് തൻവി പോകുന്നത് തന്നെ. അതെ, അത് തൻവിയുടെ സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുഞ്ഞിൻ്റെ കേസ് കേട്ടാണ് മെയിൻ. അത് ഞാനൊന്ന് വെക്കാം. ഇല്ല, അപ്പോൾ ലിയന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ കാര്യങ്ങൾക്ക് ഞാനും ജോജിയും അന്ന് പണ്ട് പ്രശ്നമായതും ലിയനെ കാരണമാണ്. കാരണം ലിയൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ വെളിയിൽ കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് ലിയന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഒരുമിച്ചത്. കാരണം അവൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തുടങ്ങി എനിക്ക്. കാരണം കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, പക്ഷെ ഫ്രീ ആയതുകൊണ്ട് എല്ലാത്തിനും വെയിറ്റ് ലിസ്റ്റാണ്. അവൻ്റെ 2-3 ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ലിസ്റ്റായിട്ട് നിന്ന് തുടങ്ങി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 12 to 18 months ആയി. അവസാനം അവൻ്റെ പല്ലിൻ്റെ പിള്ളേർക്ക് അവിടെ പല്ലിൽ ഡെൻ്റൽ വർക്ക് പോലും ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലിസ്റ്റ്. കാരണം അവന് ഇത് ചെയ്യണമെങ്കിൽ അനസ്തീഷ്യ കൊടുക്കണം, അതിന് പോലും സെപ്പറേറ്റ് റെസ്പൈറ്റ് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിയാൻ കുറച്ച് ഹെൽത്ത് കോംപ്ലക്സ് ഒക്കെ ആയി കേട്ടല്ലോ. ഇതാണ് മെയിൻ വിഷയം. ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി എന്താണ് ഫസ്റ്റ് പാർട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയി സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അപ്പൂപ്പൻ മരിച്ചു, 2-3 വർഷം കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പം എൻ്റെ അമ്മൂമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. പക്ഷേ ഇന്നത്തെ സെക്കൻഡ് പാർട്ടും ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തെറ്റുകാരി തൻവിയാണ്.
പറഞ്ഞു മനസ്സിലായോ? തുടക്കം ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പം ഒറ്റയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ വന്നത്, അല്ല അമ്മൂമ്മയുടെ സ്നേഹം കൊണ്ടൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല അപ്പച്ചനോടാണോ അമ്മച്ചിയോടോ എന്താ പാപ്പിക്ക് സ്നേഹം എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കതിപ്പോൾ ഓർമ്മ വരുന്നത്. തുടക്കത്തെ ഇൻട്രോ ഞാൻ വെച്ച് തന്നില്ലേ, കൊച്ചുമോളെ വെച്ച് കഴിയും. എന്നിട്ട് എന്നായിരുന്നു 31st ജാനുവരിയുടെ ചാറ്റില് തൻവി ഹാസ് ആക്ച്വലി സെഡ് വെൻ ഷീ ഈസ് pregnant she's saying hopefully I can come and sort as much. നമ്മൾ ഈ അമ്മൂമ്മ അപ്പൂപ്പനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൻവി പറയുന്നുണ്ട് hopefully I can come and sort as much as I can during my leave. I just have to wait till I get my kids passport before I come. This is in 31st January. അപ്പം തൻവി pregnant ആയി അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എപ്പോഴും വരുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുത്തത്. pregnant ആയി കഴിഞ്ഞപ്പോൾ ഷീ സെഡ് ഡെലിവറി ഈസ് ഗോയിങ് ടു ബി ഇൻ ഏപ്രിൽ ഓർ മെയ്. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വരും. സോ കഴിഞ്ഞൊരു 1 year ആയിട്ട് വി ആർ ഓൾ അണ്ടർ ദി അസംഷൻ ദാറ്റ് 2026 ജൂൺ ഓർ ജൂലൈ ആകുമ്പോൾ തൻവി വരും. ആൻഡ് വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. കാരണം ലൈക്ക് യു നോ ടു മീറ്റ് ലിയാൻ ആൻഡ് എവരിബഡി. കാരണം വി ആർ സോ അറ്റാച്ച്ഡ് ടു ലിയാൻ. വി ലവ് ലിയാൻ. അപ്പം നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പം അമ്മയുടെ ഒക്കെ പണ്ടത്തെ വീഡിയോസ് വന്നെങ്കിൽ എനിക്കൊന്ന് ഞാൻ അപ്പം മരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ട വീഡിയോ ഒക്കെ പോയി കണ്ടാലും അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തന്നെ പറയാറുണ്ടായിരുന്നു അത് കഷ്ടമായി പോയി, തൻവി ജൂണിൽ വരാനിരുന്നതല്ലേ, മറ്റേ അപ്പൂപ്പൻ ഒരു 3-4 മാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പന് തൻവിയുടെ കുട്ടിയെ കാണാൻ. അപ്പൂപ്പ എപ്പോഴും എന്തോ അമ്മൂമ്മ അടുത്ത് പറയാറുണ്ടായിരുന്നു തൻവിയുടെ കൊച്ചിന് ബേബിക്ക് പുതിയ ബാവയ്ക്ക് ഡയമണ്ട് കമ്മൽ വാങ്ങിച്ചു കൊടുക്കണം, അച്ഛൻ ഓമിയെ നെഞ്ചി കിടത്തുന്ന പോലെ അപ്പൂപ്പൻ ആ ബേബീനെ എടുത്ത് കിടത്തണം, കഷ്ടമായി പോയല്ലോ, ലൈക്ക് ഹി വുഡ് ഹാവ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പം തൻവി വാസ് the plan as far as we knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാൻ ഇല്ലാതായപ്പോൾ അവിടെ ഉള്ളതെല്ലാം she was always telling us that you know she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. ഓക്കെ, ഇപ്പം ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ അഹനയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തന്നെ ഞാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അമ്മൂമ്മയുടെയൊക്കെ മൊത്തം ചരിത്രം എടുത്തിട്ടത് ഈ പറഞ്ഞ അഹനയാണ്. അതത്ര ഇതായെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ തീർമ്പോൾ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിട്ടില്ലായിരുന്നെങ്കിൽ ആ കുടുംബം ശരിക്കും ഒന്നും കൂടെ അറിയാനെ. ഒന്നാമത് തന്നെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്, കുറച്ചും കൂടി ഇതായിപ്പോയാനെ. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, സിന്ധു കൃഷ്ണ, നിങ്ങൾ ലക്കിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ സേഫായി, അതിന് നിങ്ങളുടെ മകൾക്ക് നിങ്ങളൊരു കൈകടി ഇരിക്കണം, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചതിനും അതിനൊക്കെ നമ്മളിപ്പോഴും സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ പോലും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ലായിരുന്നു സിന്ധു മാഡം. എന്തായാലും ഈ ഒരു വീഡിയോ ഏകദേശം ആൾക്കാർക്കൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട്. ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും സംസാരിക്കാതിരുന്നത്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിച്ച് പോയിട്ടുള്ളായിരുന്നു. ഓക്കെ, എന്നിട്ട് 40 മിനിറ്റോളമായി. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.